അപ്പോൾ കാശിയിലെത്തിയിട്ട് നമ്മൾ എത്തിയെന്ന് അറിയിക്കുകയും പെർമിഷൻ വാങ്ങുകയും വേണം. അതിന് നമ്മൾ ഒരാളുടെ അടുത്തോട്ട് പോവുകയാണ്. അത് ബൈ റോഡല്ല, നമ്മൾ ബൈ ബോട്ടാണ് പോകുന്നത്. നമ്മൾ എൻട്രി ചെയ്തത് കേദാർ ഘാട്ടിൽ കൂടാണ്. ഇനി നമ്മൾ കുറേ ഘാട്ടുകൾ കാണും. ഓരോ ഘാട്ടിനും അതാതായിട്ടുള്ള ഒരു പ്രത്യേകതകളുണ്ട്. അതെല്ലാം നമ്മളുടെ കൂടെ വരുന്ന ആ ബോട്ട് ഓടിക്കുന്ന ആൾ നമുക്ക് പറഞ്ഞു തരും. ഇപ്പം ഞാൻ ഇതിൽ നിന്ന് കുറച്ച് ഘാട്ടിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞു തരാം. ഇപ്പോൾ ഹരീഷ് ചന്ദ്ര ഘാട്ട്, അവിടെ ഡെഡ് ബോഡീസാണ് കത്തിക്കുന്നത്. ഹരീഷ് ചന്ദ്രയിൽ മാത്രമല്ല, മണികർണിക ഘാട്ടിലും ഡെഡ് ബോഡീസാണ് കത്തിക്കുന്നത്. അവിടുത്തെ തീ ഒരിക്കലും അണയില്ല. 24/7 hours അവിടുത്തെ തീ ഇങ്ങനെ കത്തി നിൽക്കും. പിന്നുള്ളത് ക്ഷമേശ്വർ ഘാട്ടാണ്. അവിടെ നമ്മൾ എന്ത് തെറ്റുകൾ ചെയ്താലും അവിടെ നമുക്ക് ക്ഷമ ചോദിക്കാം. പിന്നുള്ള മാൻസരോവറാണ്, റെഡ് ബിൽഡിംഗ് ആണ്. അവിടെയും നമുക്ക് ഓരോരോ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ബാബുവ പാണ്ഡ്യൻ, പാണ്ഡവന്മാർ യുദ്ധം ചെയ്ത സമയത്ത് മഹാഭാരതത്തിലുള്ള ഒരാളുടെ ഇതാണ് അവിടെ പറയുന്നതിനാണ് ആൾ പറഞ്ഞത്. പിന്നെ മീരാദേവി മന്ദിർ. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മണികർണിക ഘാട്ടാണ്. ഇവിടെ കണ്ടോ, വിറകുകളൊക്കെ കട്ടിയടുക്കി വെച്ച് ഫുൾ ടൈം ഇവിടെ ഇങ്ങനെ തീ കത്തിക്കൊണ്ടിരിക്കും. ഓരോ ഡെഡ് ബോഡീസ് ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അവിടെ ഇഷ്ടം പോലെ കാണാൻ ആൾക്കാർ വരും. നമ്മളവിടെ തൊഴുത് പ്രാർത്ഥിക്കുക. അവിടെ ഒരു ചരിഞ്ഞ അമ്പലമുണ്ട്, രത്നേശ്വർ മഹാദേവ് മന്ദിർ. അവിടുത്തെ രാജാവിൻ്റെ വേലക്കാരൻ രാജാവിൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ട് അമ്മ എന്തോ ശപിച്ചിട്ട് ആ അമ്പലം ഇങ്ങനെ ചരിഞ്ഞിരിക്കുകയാണ്. അവിടുത്തെ ശിവരൂപം 9 മാസവും വെള്ളത്തിലാണെന്നാണ് അവിടുത്തെ കഥയും കാര്യങ്ങളും ഒക്കെ. അതിനെ കാശി കറുവട്ടെന്നും പറയും. പിന്നെ ഇനി നമ്മൾ പോകുന്നത് പെർമിഷൻ ചോദിക്കാനാണ്. അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയും.